കർഷകർക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പച്ചക്കറി കർഷകർക്കുള്ള വിത്ത് വിതരണത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മുരളീധരൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ ബിഷറ, വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, സൗഭാഗ്യവതി, എൻ. യശോദ, രാധ രവീന്ദ്രൻ, സുജ, മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 2024-25 ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ ചേർന്നുള്ള സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ജനറൽ വിഭാഗത്തിന് 3 ലക്ഷം അതുപോലെ തന്നെ വനിതകൾക്ക് 50,000 രൂപയും ആണ് പദ്ധതി പ്രകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുരളീധരൻ അവരെ ഞാൻ ഇതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷത്തിലുള്ള പച്ചക്കറി കർഷകരെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിത്തും വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. നേരത്തെ നമ്മുടെ ഓഫീസർ പറഞ്ഞതുപോലെ ജനറൽ വിഭാഗത്തിന് 3 ലക്ഷം രൂപയും വനിതകൾക്ക് 50,000 രൂപയാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാവുന്ന എന്ത് സഹായങ്ങൾ ചെയ്താലും കർഷകർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഗുണനിലവാരം ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇളനാട് മേഖലയിലാണെങ്കിൽ മലയണ്ണാനും അതുപോലെ തന്നെ കുരങ്ങിൻ്റെയും ഒക്കെ ശല്യം കൂടുതലായിട്ട് വരികയാണ്. പന്നി, പിന്നെ ആന മുതലായവ ഇപ്പം നിത്യസംഭവമായതുകൊണ്ട് ഇപ്പം അതൊരു പുതിയ കാര്യമല്ല. പുതുതായിട്ട് ഇപ്പോൾ വരുന്നത് മലയണ്ണാനും അതുപോലെ മറ്റ് എല്ലാ വന്യമൃഗങ്ങളും ഇവിടെയും ശല്യം നമുക്കുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന നയമാണ് നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയില്ല. നമ്മളെക്കാൾ മനുഷ്യനേക്കാൾ വില കൽപ്പിക്കുന്നത് ഇപ്പോൾ വന്യജീവികൾക്കായതുകൊണ്ട് നമുക്ക് അവയെ നശിപ്പിക്കാനും പറ്റില്ല. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പന്നികളെ വെടിവെക്കാനുള്ള അനുവാദമുണ്ട് എന്ന് പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരമുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ആ പന്നിയെ വെടിവെച്ചിട്ടാൽ പിന്നീട് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ നൂലാമാലകളൊക്കെ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ്, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ ഏറ്റെടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പോൾ നിയമത്തിലുള്ള ഈ പര്യാപ്തത അത് അറിഞ്ഞ ഉടനെ കൊണ്ടാഴി തിരുവില്ലാമല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരൊക്കെ എടുത്ത് ചാടി അവിടെ കുറേ പന്നികളൊക്കെ വെടിവെച്ച് വന്നു. അതുകൊണ്ട് അവിടുത്തെ പന്നിശല്യം തീർന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ വെടിവെച്ചിട്ട പഞ്ചായത്തുകൾ ഇപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഖ്യ സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഒരു പന്നിയെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ ആ പന്നിയെ ഫോറസ്റ്റുകാർ പറയുന്ന നീളത്തിലും വീതിയിലും കുഴിവെക്കണം. അതിൽ അതിനെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കണം. ഇതിനൊന്നും പൈസ പഞ്ചായത്തിന് കൊടുക്കാൻ അധികാരമില്ല, സർക്കാരിൻ്റെ 10 പൈസ തരുമില്ല. അപ്പോൾ അതും അവിടുത്തെ ആവശ്യക്കാരായിട്ടുള്ള കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ട സ്ഥിതിയാണ്. അതുകൊണ്ടാണ് പന്നിയെ വെടിവെച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച 4 ആളുകളെ ഷൂട്ടർമാരെ കൊടുന്ന് വെടിവെച്ചുകൊണ്ടൊന്നും നമ്മുടെ പഞ്ചായത്തിലെ പന്നിശല്യം തീരുന്നില്ല. അപ്പോൾ അത് തീരണമെങ്കിൽ എല്ലാ പ്രദേശത്തും വെടിവെക്കാനുള്ള നിരന്തരമായി അവരെ കൊല്ലാനുള്ള അധികാരം നമുക്ക് തരണം. ഇത് ചടങ്ങിന് വേണ്ടി 2-3 എണ്ണത്തിനൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ വന്ന് പേരുണ്ടാക്കിയതുകൊണ്ടൊന്നും നമുക്ക് കർഷകരെ സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കർഷകരെ സഹായിക്കുന്നതിനുള്ള പദ്ധതിക്ക് പകരം വന്യജീവികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നയം സർക്കാർ മാറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഏതായാലും നമ്മൾ ഈ ഇളനാട് വെന്നൂര് മേഖലകളിലൊക്കെ തന്നെ നെൽകൃഷി പാടേ നമ്മൾ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോഴുള്ളത് ആകെ പച്ചക്കറിയാണ്. അപ്പോൾ പച്ചക്കറിയിലും നിലനിൽപ്പില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാലും പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കൈത്താങ്ങ് നമ്മളാകെ കൃഷിക്ക് മാറ്റിവെക്കുന്ന സംഖ്യയിൽ നല്ലൊരു സംഖ്യ നമ്മൾ പച്ചക്കറി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഈ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി പ്രവർത്തനം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വളരെ ഗുണകരമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ഒരു ചാത്തിൽ കൊടുക്കായിരുന്നു, അതല്ലേ എനിക്ക് അമ്മ സുമൻ ചേച്ചിനെ വാങ്ങിച്ചോ. ഒന്ന് കൈയടിക്കും മക്കളെ.